അങ്ങനെ യൂട്യൂബിലെ ടെറാറിയം വീഡിയോസ് കണ്ട ഒരു ആഗ്രഹം ഒരു ടെറാറിയം ഉണ്ടാക്കണമെന്ന്. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മേനോട് പോയി ഒരു ചില്ല് പാത്രം ചോദിച്ചു. അമ്മയാണെങ്കിൽ പറഞ്ഞു ചില്ല് പാത്രം ഒന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ പുറത്തൊരു പൊട്ടിയ പാത്രം ഇരിക്കേണ്ട, അതെടുത്ത് പോയി എന്താ വെച്ചാൽ കാണിച്ചു എന്ന്. അങ്ങനെ കിട്ടിയ പാത്രമാണ് ഇത്. ഇത് വെറും അച്ചാറിടുന്ന പാത്രം, എല്ലാ വീട്ടിലും കാണും, അതുകൊണ്ട് ഇത് എടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. കുറച്ച് തുടച്ച് ക്ലീനാക്കി വെക്കണം. കണ്ട, തുടച്ചപ്പോൾ ഏകദേശം ഇത്ര ക്ലീനായി, പക്ഷേ പൊട്ടല ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കല്ലൊക്കെ ഇടണം, ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടുന്ന് നുള്ളിപ്പെറുക്കി കുറച്ച് വെള്ളാരം കല്ല് കിട്ടി, അത് കൊണ്ടുപോയിട്ടോ. ഇതൊന്നും വാങ്ങണമല്ല, ഇതൊക്കെ കണ്ടത്ത് കിടക്കുന്ന കല്ലാണ്. വല്ല ചരലോ ഇതിലേ ചരലോ ഇടാം, എങ്ങനെയും ചെയ്യാം, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ഞാൻ ആ കുപ്പിയിലോട്ട് പയ്യെ ഇട്ടേക്കണ്. വളരെ വേഗത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുപ്പി പൊട്ടാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് പയ്യെ ഇട്ട്. ഓൾറെഡി പകുതി മുക്കാലും പൊട്ടിയ കുപ്പിയാണ്, എയർ ലീക്കേജ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ മണ്ണ് വേണം നമുക്ക്. മണ്ണ് ഞാൻ പിന്നെ പറമ്പിൽ ചുവന്ന മണ്ണുള്ളതുകൊണ്ട് ആ മണ്ണെടുത്ത്. ഇതിൽ ഇനി വളമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. കുറച്ച് ചുവപ്പ് മണ്ണാണ്, കുറച്ച് വേരൊക്കെ ഉണ്ട്, ആ കുഴപ്പമില്ല. അപ്പോൾ അത് ഇട്ടേക്കാം. നൈസായിട്ട് കുപ്പിയിലോട്ട് നമ്മൾ മണ്ണിടുന്നു. പിന്നെ അത് ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കമ്പി കിട്ടി, ഒരു എന്താ മെറ്റൽ കമ്പി, അത് വെച്ച് കുത്തി ഞാൻ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സൈഡിലോട്ട് മതിൽ പണിയണം. അതാ കുറച്ച് നനഞ്ഞ മണ്ണ്. ഈ നനഞ്ഞ മണ്ണ് ഞാൻ വെള്ളം ഒഴിച്ചല്ല, ഈ പറമ്പിലുള്ള മണ്ണിൽ കുറച്ച് ആഴത്ത് കുഴിച്ചപ്പോൾ നനഞ്ഞ മണ്ണ് കിട്ടി, അത് നേരെ കൊണ്ടുവന്ന് തേമ്പിയതാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജ്യൂസ് പോലും. ഇപ്പോഴത്തെ നമ്മുടെ ടെറാറിയത്തിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഇനിയിപ്പോൾ ഇതിലോട്ടുള്ള പ്ലാന്റുകൾ വേണം. പ്ലാന്റുകൾ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നേരെ പറമ്പിലോട്ട് ഇറങ്ങി. പറമ്പിൽ നോക്കിയപ്പോൾ ഉണ്ട് മോസും പിന്നെ എന്തൊക്കെയോ ചെടികളും, ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഇതിങ്ങനെ പയ്യെ ഇളക്കിയെടുക്കണം. ഇതൊരു ചെങ്കലായത് കൊണ്ട് തന്നെ ഇത് ചെങ്കലോടക്ക് കൂടി ഞാൻ ചെറിയ പീസായിട്ട് പൊട്ടിച്ചെടുത്തു. ഇതാണിപ്പോൾ ഞാൻ എടുത്ത 2 ചെടികൾ. ഇത് പിന്നെ കുറച്ച് മോസസ് എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കഴുകി കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേര് കുറച്ചും കൂടി കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഈ വേര് ഒരുമാതിരി ഗ്ലാസിൻ്റെ ഉള്ളിൽ വൃത്തികേടായിരിക്കും. പിന്നെ കുറച്ച് മോസസ്, ഇതാണ് മോസസ്. ആകെ വൃത്തികേടാണ് മോസസിൻ്റെ പുറത്ത്. പക്ഷേ മണ്ണൊന്നും ഇളക്കാൻ നിൽക്കണില്ല. ഡയറക്റ്റ് ഇതേപോലെ ആ ചളിയിൽ നമ്മൾ അമർത്തി വയ്ക്കും. ഇപ്പം ഞാൻ മോസസ് ഏകദേശം പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ആ ഒരു സ്ലോപ്പിലൊക്കെ മോസസ് അമർത്തി വെച്ചിട്ടുണ്ട്. ചാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. നമ്മുടെ ഫസ്റ്റ് ടെറാറിയാണ്. ചത്ത് ഇല്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനെയാണ്. പിന്നെ ഞാൻ നൈസായിട്ട് 2 സൈഡിൽ ഇതാ 2 പ്ലാന്റ്സ് അല്ല, എന്താ പേരൊന്നും പോലും അറിയാത്ത ചെടി കൊണ്ടു വെച്ചിട്ടുണ്ട്. സംഗതി ഇപ്പോൾ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഫസ്റ്റ് ടെററി എന്ന നിലയ്ക്ക് ഇത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്. അപ്പം ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാൻ ഞങ്ങൾക്ക് സ്പ്രെയർ വാങ്ങാൻ പൈസയാവും. അത് നമ്മളത് സീറോ കോസ്റ്റ് ടെറാറിയാണ്. അപ്പോൾ കുറച്ച് വായിലാക്കിയാണ്ട് തുപ്പി കൊടുത്താലും മതി. തുപ്പല്ല, ഫൂ എന്ന് പറഞ്ഞ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് വൃത്തികേടാണെന്ന് തോന്നുന്നവർക്ക് പൈസ ഇട്ട് സ്പ്രെയർ വാങ്ങാം. അപ്പോൾ സീറോ കോസ്റ്റ് ടെറാറി ആവില്ല. ഇതൊരു സീറോ കോസ്റ്റ് ടെററി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് ഇച്ചിച്ച് കൊടുത്താലും മതി, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ടെറാറിയത്തിൻ്റെ അവസ്ഥയാണ്. എങ്ങനെയുണ്ട് സാധനം? കുഴപ്പമില്ല തോന്നുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ വേണമെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞുള്ളത് ഞാൻ ഒരു എന്താ പറയുക ഷോർട്സ് ആക്കി ഇടാം. ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ടെറാറിയാണ്. നന്നായാൽ മതിയായിരുന്നു. മിക്കവാറും ഉണങ്ങി പോകാനാണ് ചാൻസ്. ഞാൻ വെച്ച ചെടികളൊന്നും ഇന്നേ വരെ വളർന്നിട്ടില്ല. വെച്ച വാഴയൊക്കെ ഉണങ്ങി പോവുകയും നടുകുത്തി വീഴുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തായിരിക്കുമെന്ന് എനിക്കും അറിഞ്ഞുകൂടാ.